ഹായ് ഫ്രണ്ട്സ്, വീറ്റോ ഫുഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി ഡിഷായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അയില, വലിയ അയിലയാണ്. അതിൻ്റെ തലഭാഗം മാറ്റി ബാക്കിയുള്ള ഭാഗം ഒരു 3 കഷ്ണമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പുളി എടുത്തിട്ടുണ്ട്, സബോള ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഒരു 6 വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, 3 വഴുതിനങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വീട്ടിലുണ്ടായ വഴുതിനങ്ങയാണ്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ചതച്ച മുളക് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഞാനൊരു പാനിലേക്ക് ഈ മീൻ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പുളി വെള്ളം എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിട്ട് തീ കത്തിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മീൻ വെന്തതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒരു 6 എണ്ണം ചതച്ചെടുത്തത്, ഒരു സബോള ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ചതച്ച മുളക്. നമുക്ക് ഈ പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ള വഴുതിനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കാം. അത് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഇടയ്ക്ക് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. വഴുതനയ്ക്ക് അധികം വേവൊന്നുമില്ല, അത് പെട്ടെന്ന് തന്നെ വാടി വരും. ഞാൻ ഈ മീനിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാനൊരു 5 മിനിറ്റ് കൂടെ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീ വളരെ കുറച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇതിൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. എണ്ണയിൽ കിടന്ന് തന്നെ ഈ വഴുതിനങ്ങ വാടി വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ടാവുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും. ഞാൻ തീ ഓഫാക്കി കൊടുക്കുകയാണ്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ.